Hello guys, welcome to Mallu Talks Arsenal. We are back with kind of review about UCL match. ഇന്നലത്തെ സിറ്റിയുടെയും ആർസണലിന്റെയും UCL മാച്ച് റിവ്യൂ ആൻഡ് ദ ബിഗ് ഗെയിം ആർസണൽ വേഴ്സസ് സിറ്റിയുടെ പ്രീ മാച്ച് ഡിസ്കഷന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഐ നോ ആഫ്റ്റർ ദ ഫസ്റ്റ് ആർസണൽ സിറ്റി ഗെയിം കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇൻട്രീഗിങ് ഗെയിം ഇപ്പം കറന്റ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ് അവൈറ്റഡ് ഗെയിം ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞതോടെ ആർസണൽ സിറ്റി കഴിഞ്ഞ 2 വർഷമായിട്ട് ടൈറ്റിൽ റേസ് പോകുന്നതിൽ സീസൺ സ്റ്റാർട്ടിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത വൺ ഓഫ് ദ ഗെയിമാണ് ആർസണൽ സിറ്റി. സോ ഇറ്റ് ഈസ് ബാക്ക് അഗൈൻ. ലെറ്റ്സ് വെൽക്കം അഭിഷേക് ഫ്രം സിറ്റി ഫാൻസ് വാർ റൂം. ഹായ് ബ്രോ. ആൻഡ് പുതിയൊരു നമ്മുടെ കൂടെ ഇന്നൊരു പുതിയ ആർസണൽ ഫാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ഗണേഷ് ബ്രോ. ഹായ് ബ്രോ. സുഖം. Hey bro, nice to be here. Nice to be here. Sorry, Mumble. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് ജസ്റ്റ് UCLന്റെ ഒരു ഇത് പിടിച്ചിട്ട് പതുക്കെ നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മാഞ്ചസ്റ്റർ സിറ്റി ഗെയിമിന്റെ ആ ഒരു പ്രീ മാച്ചിലോട്ട് പോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് അഭിഷേക് ബ്രോ, ഇന്നലെ ഇറ്റ് വാസ് എ മസ്റ്റ് വിൻ ഗെയിം, 3-win വിക്ടറി. സോ യു ഹാവ് ക്വാളിഫൈഡ് 22nd പൊസിഷനിലല്ലേ ഇപ്പൊ ക്വാളിഫൈ ആക്കണം. സോ യു മൈറ്റ് ഗെറ്റ് റയൽ, ബയൺ, അങ്ങനെ 4 ടീംസ് ആണ് ഇപ്പം കണ്ടത്. സോ ഫസ്റ്റ് തിങ്, ക്വാളിഫൈ ആയി എന്നുള്ളൊരു പോസിറ്റീവ് ഉണ്ട്. ജസ്റ്റ് ദാറ്റ് നെഗറ്റീവ് സൈഡ് അതിന്റെ 2 എക്സ്ട്രാ ഗെയിം. സോ എന്താണ് ഓവറോൾ പറയാനുള്ളത് അതിനെപ്പറ്റി? ഓവറോൾ ഇപ്പൊ ലൈക്ക് റീസൻസി വൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ക്വാളിഫൈഡ്, അതിൽ ഹാപ്പിയാണ്. പക്ഷേ ബിഗർ പിക്ചർ ഇസ് വി ഷുഡൻ ബി ഇൻ ദിസ് പൊസിഷൻ. ബീങ് സിറ്റി ടോപ്പ് 8 എന്തായാലും ഉണ്ടാവേണ്ട ടീമാണ്. ആൻഡ് അത് 22nd ഒക്കെ ലൈക്ക് ലാസ്റ്റ് ഗെയിമിലേക്ക് പോയി ഫിനിഷ് ചെയ്യാന്നൊക്കെ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ ഫ്രം മാൻ സിറ്റി. So but then again ഇപ്പൊ ക്വാളിഫൈ ആയി ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്, ദാറ്റ് ഇസ് ഫൈൻ. ആൻഡ് നെക്സ്റ്റ് റൗണ്ടിന്റെ കാര്യം പറയുമ്പോഴാണ് ലൈക്ക് അത് കോമഡി, ലൈക്ക് ഇറ്റ്സ് ഈദർ റയൽ മഡ്രിഡ് ഓർ ബയൺ. സോ ദാറ്റ് ഇസ് സംതിങ്. സെൽറ്റിക്കിന് കിട്ടാൻ ചാൻസ് ഇല്ലേ? ഇല്ലല്ല, സെൽറ്റിക് മറ്റേ സൈഡിലാണ്, അതുകൊണ്ട് വലിയ ഇത് വൺ ഓഫ് ബയൺ ഓർ മഡ്രിഡ്. ഓക്കെ ഓക്കെ. സോ ഇവിടെ ഇപ്പം എനിക്ക് മേജർലി തോന്നിയ ഒരു ഭാഗം എന്താന്ന് വെച്ചാൽ സിറ്റി സ്കോർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ യൂസിൽ പറ്റിയത് നമ്പർ ഓഫ് ഗോൾസ് കൺസീഡ് ചെയ്ത് 14. നോർമലി അത് സിറ്റിയുടെ ഗെയിംസിൽ കാണാറില്ല. UCL പഴയതൊക്കെ നോക്കിയാൽ ഇപ്രാവശ്യം 14 ഗോൾസ് ആണ് കൺസിഡർ. ദാറ്റ് ഈസ് വാട്ട് ഐ ഫെൽറ്റ്. ഈ ഒരു സീസണിൽ UCL ഇത്രയും താഴെ വരാൻ കാരണം കൺസീഡിങ് ഓഫ് ദ ഗോൾസ് ആണ്. അതാണ് ഒരു മേജർ ഫാക്ടർ. അല്ലോ വേറെ എന്തേലും റോഡ്രി മിസ്സിംഗ് ഇഷ്യൂസ് അല്ലെ മിഡ്ഫീൽഡ് ഇഷ്യൂസ്, എന്താണ് അത് വരാൻ കാരണം? അല്ല, കോമ്പിനേഷൻ ആണല്ലോ. കാരണം ഗോൾസ് കൺസീഡ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെയാണ് ലൈക്ക് ഈ ഇഞ്ചുറീസും അതുപോലെ ഈ പ്ലേയേഴ്സ് ലാക്കിങ്, അതുപോലെ ആ പ്ലേയേഴ്സിന്റെ എബിലിറ്റി കുറവായതിന്റെ ഇഷ്യൂ തന്നെയാണ് സംഭവം. ഇപ്പൊ ബ്രോ പറഞ്ഞത് ലൈക്ക് 100% കറക്റ്റ് ആണ്. ഇപ്പൊ ലാസ്റ്റ് 2 years എടുത്ത് നോക്കാൻ ജയിച്ച സീസൺ, UCL ജയിച്ച സീസൺ, അതിന്റെ നെക്സ്റ്റ് സീസൺ ലൈക്ക് ലാസ്റ്റ് സീസണത്തെ ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ലൈക്ക് ഇനീഷ്യലി ലൈക്ക് ഫസ്റ്റ് സീസണിൽ ഐ തിങ്ക് വി കൺസിഡർ 1 goal. അത് എന്താ മറ്റേ കോപ്പൻഹേഗൻ ആയിട്ട് എന്താണ് ഒരു ഗോൾ കൺസീഡ് ചെയ്തോ, ഡോട്ട്മണ്ട് ആയിട്ട് ഒരു ഗോൾ അങ്ങനെ എന്താണ് കൺസീഡ് ചെയ്തത്. മറ്റേതിലാണെന്നുണ്ടെങ്കിൽ സിമിലർ സിറ്റുവേഷൻ തന്നെയാണ്. സോ കൺസീഡ് ചെയ്യാതില്ല സാധാരണ ഗ്രൂപ്പ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ സീസണിൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് പ്രീമിയർ ലീഗിലുള്ള സെയിം സിനാരിയോ തന്നെയാണ്. ലൈക്ക് ഇന്നലത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ഇസ് കംപ്ലീറ്റ്ലി നോൺ എക്സിസ്റ്റന്റ്. അവിടെ മിഡ്ഫീൽഡ് ഇല്ല. ഗുണ്ടുകാനെ അവിടെ കളിപ്പിച്ചിട്ട് കാര്യമില്ല, ബിക്കോസ് ഹി കാൻ റണ്ണേഴ്സ് ഇല്ല മിഡ്ഫീൽഡിൽ. സോ ഇഫ് പ്ലേയേഴ്സ് ഗോ ത്രൂ ദെൻ ദേ ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ. ഇന്നലെയൊക്കെ മറ്റേ ലൈക്ക് ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അവരുടെ സ്ട്രൈക്കർ എന്തുകൊണ്ട് ആൾക്ക് സുഖമായിട്ട് ലൈക്ക് സോളോ റണ്ണായിരുന്നു മിഡ്ഫീൽഡിലൂടെ. അവിടെ ആരും ഇല്ല, നോ ബഡി ദയർ. സോ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. പിന്നെ റൂബൻ ഡിയാസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസ് ഇസ് റിയലി നോട്ട് ഗുഡ് എനഫ്. അങ്ങനെ ആ ലീഡർ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആഴ്സണലിൽ ഇപ്പൊ നമ്മൾ സലീബേനെ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ലീഡർ ഇല്ല, ലൈക്ക് അത് മേജർ ഇമ്പാക്ട് കൊടുക്കുന്ന ഒരു പ്ലെയർ അവിടെ ഇല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് കാണാണ്ട് റൂബൻ ഡിയാസ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആക്കിയെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ രണ്ടുപേരും ഇല്ല. സോ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് വി ജസ്റ്റ് കീപ്പ് ഓൺ കൺസീഡിങ് ലൈക്ക് എല്ലാ ഗെയിമിലും വി കീപ്പ് ഓൺ കൺസീഡിങ് ഗോൾസ്. ക്ലീൻ ഷീറ്റ് കിട്ടിയത് ഐ തിങ്ക് ഇപ്സ്വിച്ച് പോലത്തെ ഗെയിമുകളിലൊക്കെയാണ് ക്ലീൻ ഷീറ്റ് ലാസ്റ്റ് കിട്ടിയത്. സോ yeah, that is a factor. That is a really big factor. Another thing is game management ഭയങ്കര poor ആയിരുന്നു ഈ സീസണിൽ. ഫെയ്നോർഡ് ഗെയിം അതുപോലെ ഈവൻ PSG ഗെയിം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫെയ്നോർഡ് ഗെയിമിൽ 3-0 up till like 80th minute വരെ. 80th മിനിറ്റിലാണ് ഗോൾ കൺസീഡ് ചെയ്തത്, എന്നിട്ടാണ് 3-3 ആയത്. അതൊന്നും ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. ഈവൻ PSG ആണെന്നുണ്ടെങ്കിൽ 2-0 ലീഡിൽ എടുത്തതിന് ശേഷം അവിടെ മാനേജ് ചെയ്യേണ്ടതിന് പകരം വി കൺസിഡർ 4 more and we were lucky to not concede 5. So yeah,
അതൊക്കെയാണ് ഇഷ്യൂസ്. ആൻഡ് ഗോയിങ് ഓൺ നെക്സ്റ്റ് സ്റ്റേജിലൊക്കെ നോക്കുമ്പോൾ വരുന്ന ടീംസ്, പൊട്ടൻഷ്യൽ ടീംസ് ഒക്കെ നോക്കുമ്പോൾ റിയലി കൺസേണിങ് ഫാക്ടർ ആണ്. കാരണം ട്രാൻസിഷൻസും ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് റയൽ മഡ്രിഡ് ആർ നോൺ ഫോർ ദ ട്രാൻസിഷൻസ്. സോ അതെ, അവിടെ എനിക്ക് തോന്നിയത് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ സിറ്റി ടു ഗെറ്റ് ബയൺ ദാൻ റയൽ ഇപ്പം. കാരണം ബയൺ ആണെങ്കിലും സൈഡ് പാസ്, ബാക്ക് പാസുകൾ മീൻസ് ദേ കൺട്രോൾ ദ ബോൾ. മേ ബി അവരുടെ ഇപ്പം ലീഗിലെ കുറച്ച് ഗെയിംസ് ഉണ്ടെങ്കിൽ അവർ ബോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹാരിക്കെയിന്റെ ഇമ്പാക്റ്റോ അങ്ങനെ ഒന്നും കൂടുതൽ വരുന്നില്ല. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നോട്ട് ഡൗൺ ഗ്രേഡിങ് സിറ്റി. പക്ഷെ ഇപ്പോഴത്തെ കറന്റ് ഫോം സിറ്റുവേഷൻ നോക്കുമ്പം നെക്സ്റ്റ് റൗണ്ടിൽ നിന്ന് റൗണ്ട് ഓഫ് 16 പോകണം എന്നൊരു സിനാരിയോ ഈസി ആവണമെന്നുണ്ടെങ്കിൽ ഐ ഫീൽ ബയൺ വുഡ് ബി മച്ച് ബെറ്റർ ഫോർ സിറ്റി ദാൻ റയൽ. 100% ഷുവർ ആണ്. കാരണം റയൽ മഡ്രിഡിന്റെ ഇപ്പോ ഫ്രണ്ട് ഫോർ ഇപ്പൊ നോക്കുകയാണെങ്കിൽ വിനീഷ്യസ്, റോഡ്രിഗോ, എംബാപ്പെ, ഈ ബെലിംഗം പോലത്തെ പ്ലേയേഴ്സ് ഒക്കെ ഞങ്ങളുടെ ഡിഫൻസിലോട്ട് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ നൈറ്റ് മെയർ. ഇവിടെ ബയണിൽ എന്ന് പറഞ്ഞാൽ മേ ബി ലൈക്ക് വി ഹാവ് ടു ബി കൺസേൺ അബൌട്ട് ഒലീസെ. ആളാണ് കുറച്ചുകൂടി ഫോമിൽ നിൽക്കുന്നത്. സാനെ, ഗ്നാബ്രി, സോക്കേഷ് ഫോമിലാണ്. എന്താ കെയ്ൻ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ലാസ്റ്റ് നവംബറിന് ശേഷം ഇപ്പോഴാണ് ഓപ്പൺ പ്ലേ ഗോൾ എന്തോ അടിച്ചതുകൊണ്ട്. സോ ആള് കുറച്ച് ഡൗൺ ആണ്. സോ കമ്പാരിറ്റീവ്ലി ബയൺ ഇസ് ബെറ്റർ for City right now. Okay, when it comes to Arsenal, Ganesh bro, ഇന്നലെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് എന്താ ഇപ്പം ഒരു എന്താ മേജർ ഇപ്പൊ സിറ്റിക്കുള്ള പ്രഷർ പോലെയോ അല്ലെങ്കിൽ ലെറ്റ്സ് ആ പ്രഷർ ഇല്ലെങ്കിലും കൺസിഡറിങ് റയലിന്റെ പ്രഷർ ആണെങ്കിൽ ബയൺ ലൈക്ക് ടോപ്പ് 8 ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു നമ്മളിപ്പം ആ സെവൻത് ഗെയിം ജയിച്ചപ്പം. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് പ്രഷറൈസ്ഡ്. ബട്ട് ഇന്നലെ തോറ്റിരുന്നെങ്കിൽ ലെറ്റ്സ് സേ വി വുഡ് ഹാവ് ഫിനിഷ്ഡ് 5th or 6th. അപ്പൊ അവിടെ നമുക്ക് റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് മേ ബി വി വുഡ് ഹാവ് ഫേസ്ഡ് ഇൻ റൗണ്ട് ഓഫ് 16 റയൽ സിറ്റി എന്നൊരു സാധനം അപ്പോഴേ വന്നേനെ. കൺസിഡറിങ് ദാറ്റ് വി ആർ നൗ ഫേസിങ് PSV, മൊണാക്കോ അല്ലെങ്കിൽ ഫൊഗോട്ട് 2 ടീമും കൂടെ ഉണ്ടായല്ലോ. PSV, മൊണാക്കോ, പിന്നെ വേറെ ഏതായിരുന്നു, AC മിലാൻ, പിന്നെ വേറൊരു ടീമും കൂടെ ഉണ്ട്. ഈ 4 ടീമുകളാണ്. അപ്പം ഇന്നലത്തെ ഓവറോൾ പിക്ചർ, ഇന്നലത്തെ കളിയിലെ ഓവറോൾ ആർസണൽ പെർഫോമൻസ് എന്താണ് തോന്നിയത്? ഓക്കെ, സോ ഐ തിങ്ക് ഇന്നലത്തെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ റൊട്ടേറ്റഡ് സ്ക്വാഡ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. ലൈക്ക് നമ്മൾ എന്തായാലും മാക്സ് സ്ട്രെങ്തിനല്ലായിരുന്നു പോകുന്നത്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഈ തോമസ് പാർട്ടി റൈറ്റ് ബാക്ക് ഇസ് ഐ ഫീൽ ലൈക്ക് ഒരു ഹാഫ് വേ സിറ്റുവേഷൻ, ലൈക്ക് ഒരു സൊല്യൂഷൻ പോലെ ദാറ്റ് വി യൂസ് നോട്ട് ഇൻ ഓൾ ഓഫ് ദ ഗെയിംസ്. കാരണം എല്ലാ ഗെയിംസിലും നമുക്ക് ടിംബറിനെ ആണെങ്കിൽ അവിടെ കളിപ്പിക്കുന്നത് ലൈക്ക് റിയലിസ്റ്റിക്കലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലൈക്ക് in my opinion, he's been a warrior till now, like playing every game in and out. അതും വളരെ പ്രോപ്പർ ആയിട്ട് because Ben has been out. So yeah, but yeah, to be honest, ഇന്നലത്തെ കളിയും നമ്മൾ തോറ്റിരുന്നെങ്കിലും like the probability of us not finishing in the top 8 was like very less. I think some teams would have had to score like an inordinate number of goals. So top 16 being confirmed was, I mean top 8 was being confirmed was വളരെ a huge relief, I would say. കാരണം ആ ഒരു പ്രഷർ ഫ്രം ദ ലീഗ് ഇസ് ഓൾറെഡി ദയർ. നമ്മുടെ സ്ക്വാഡിന്റെ തിന്നസ് ആണെങ്കിലും ഇഞ്ചുറീസ് ഹൗ വി മാനേജിങ് ആണെങ്കിലും ഓൾറെഡി ഐ ഫീൽ ലൈക്ക് നമ്മളൊരു ക്രൈസിസിൽ നിന്ന് അല്ലാത്തൊരു മൂവ്മെന്റ് ആണെങ്കിൽ എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ സീസണിന്റെ തുടക്കം തൊട്ട് മെറീനോ ഒരു ഇഞ്ചുറി തൊട്ട് ആലോചിക്കുകയാണെങ്കിൽ തന്നെ ലൈക്ക് ഇറ്റ്സ് ബിൻ ഇഞ്ചുറി ത്രൂ ഔട്ട്. സോ ഐ ഫീൽ ലൈക്ക് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി വീണുകൊണ്ടിരിക്കുന്നതിനിടയിലുള്ള ഒരു ചെറിയ ബംസ് ആണ് all of these like great performance that we have. So it's been going good for now. So you know, I'm just curious to see and I feel like round of 16 clear ചെയ്യാൻ പറ്റുമായിരിക്കും possibly, but what happens after that is going to be like very interesting. ക്വാർട്ടറിലൊക്കെ. ബട്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പം പ്രീമിയർ ലീഗിന്റെ പെർഫോമൻസോ അല്ലെ കറബാവോ പോട്ടെ, കറബാവോ ന്യൂ കാസിൽ ഞാൻ പറയുള്ളൂ വാസ് എ ബാഡ് പെർഫോമൻസ് എന്ന്. അതുവരെ കിഡ്സ് പെർഫോംഡ് വെൽ, ലൈക്ക് യങ്സ്റ്റേഴ്സ് പെർഫോംഡ് വെൽ. അങ്ങനെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ കറബാവോ അപ്പാർട്ട് ഫ്രം ന്യൂ കാസിൽ വാസ് ഗുഡ് പെർഫോമൻസ്. പ്രീമിയർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ FA കപ്പിന്റെ ഫസ്റ്റ് റൗണ്ട് ഗെയിം നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഭയങ്കര വേവി പെർഫോമൻസസ് ആണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടും ആർസണൽ എക്സ്പെക്ട് ചെയ്യാത്ത. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ചാമ്പ്യൻസ് ലീഗിൽ ആർസണൽ ഹാസ് ബീൻ ഗിവിംഗ് നല്ല ബെറ്റർ പെർഫോമൻസ്. കാരണം സെക്കൻഡ് ലീസ്റ്റ് ടീമാന്ന് തോന്നുന്നു കൺസീഡിങ് ഗോൾസ് 3 നമ്മൾ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇപ്പൊ ഈ പറയുന്ന ടോപ്പിൽ നിൽക്കുന്ന ഇപ്പം സെക്കൻഡിൽ നിൽക്കുന്ന ബാർസ ആയിട്ട് 2 ഗോൾ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. 2 കൂടി ഇന്നലെ അടിച്ചിരുന്നെങ്കിൽ ഇവിടെ മൂവ് ടു സെക്കൻഡ് ഇന്നലെ. പക്ഷെ ഇറ്റ്സ് ഗുഡ്. ഇത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തും ഇഞ്ചറി ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ബട്ട് ഇഞ്ചറി നമ്മളൊരു റീസൺ ആയിട്ട് എടുക്കുന്നില്ല.
ആ ഒരു സിറ്റുവേഷനിലും ചാമ്പ്യൻസ് ലീഗിൽ ഒരു ബെറ്റർ പെർഫോമൻസ് കാണുന്നില്ല. അതെന്തുകൊണ്ടാണ് പ്രീമിയർ ലീഗിൽ ആ ഒരു പെർഫോമൻസ്, ആ ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് വരാത്തത്? ഈസ് ഇറ്റ് ബിക്കോസ് ലോ ബ്ലോക്ക് ഇല്ലാത്തതാണോ? എന്താണ് അതില്? So that's what I think. So I feel like നമ്മളാണെങ്കിൽ ഇംഗ്ലണ്ട് കളിക്കുന്നതും യൂറോപ്പിൽ കളിക്കുന്നതും കംപ്ലീറ്റ്ലി 2 ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് ഫുട്ബോൾ. നമ്മൾ വേ മോർ ഫ്ലൂയിഡ് ആണ് നമ്മളാണെങ്കിൽ എന്ത് യൂറോപ്യൻ ടൂർണമെന്റ് കളിക്കുന്ന കണ്ടാലും. അത് യൂറോപ്പിലെ നേരത്തെ ആയിരുന്നാണെങ്കിലും ഇപ്പോൾ നോക്കുവാണെങ്കിലും ലൈക്ക് വി പ്ലേ വേ മോർ ഫ്ലൂയിഡ് ആയിട്ട് ആൻഡ് യെസ് ലാക്ക് ഓഫ് ലൈക്ക് ഒരു ഇന്റൻസ് ലോ ബ്ലോക്ക് ബിക്കോസ് ഇൻ എവറി സിംഗിൾ പ്രീമിയർ ലീഗ് ഗെയിം ദേ വിൽ ഫൈറ്റ് ടൂത്ത് ആൻഡ് ബോൾ. നമ്മൾ തോക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ അല്ലെങ്കിൽ നമ്മൾ ഗോൾ അടിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ലൈക്ക് കഷ്ടപ്പെടും. ലൈക്ക് ഇറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ലീഗ്. ബട്ട് ടൂർണമെന്റ്സിലായിരിക്കുമ്പോൾ ഈ ഒരു വൺ ഗെയിമിന് വേണ്ടി ഐ തിങ്ക് എവ്രി വൺ വാണ്ട്സ് ടു ഫൈറ്റ് ഔട്ട് ഫോർ എ ബെറ്റർ റിസൾട്ട്. സോ ദ ഡിഫറൻസ് ഇസ് ദർ. ഈവൻ ദോ there's a league phase is what if you're managing it well, just 8 matches. So compared to that, the risk, the stake, what's at stake is way more. Because funnily enough, ഏറ്റവും കൂടുതൽ ഗോൾസ് കൺസീഡ് ചെയ്യാത്ത ടീമാണ് ദി ഓൺലി ടീം ടു ബീറ്റ് us in the Champions League yet. So അതെ. അപ്പം അതാണ്. സോ ഇന്റർ മിലാനാണ് നമ്മളെ ബീറ്റ് ചെയ്തത് അതില് സത്യം അതെ പറഞ്ഞാൽ. അതെ ഓക്കെ, കമ്മിങ് ബാക്ക് ടു പ്രീമിയർ ലീഗ്, ലൈക്ക് ചാമ്പ്യൻസ് ലീഗ് ഇറ്റ്സ് ഡൺ നൗ ഫോർ നൗ. ഇനിയിപ്പോ ജനുവരി നാളെ അതിന്റെ ഒരു ഇത് നടക്കുന്നുണ്ട്, ലൈക്ക് ലോട്ട് കിടക്കുന്നില്ല, നാളെ ഡിസൈഡ് ആവുന്നത്. ഉണ്ട്. ഈ പറഞ്ഞ ഓക്കെ, റയലാണോ ബയണാണോ എന്നൊക്കെ അറിയാം പ്ലേ ഓഫ്. നാളത്തെ നമുക്ക് നോക്കാം. ഇപ്പം ഹൂ വിൽ ബി പ്ലേയിങ്, ഹൂ ആർ 8 to 6 9 to 24 നോക്കിയിട്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് കം ടു ദ മെയിൻ ഗെയിം, ആർസണൽ വെസസ് സിറ്റി. സോ അഭിഷേക് ബ്രോ, എന്താണ് ഈ ഗെയിമിൽ നിന്നും എക്സ്പെക്ടേഷൻ ചെയ്യുന്നത്? ലൈക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാഡ് വൈസ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി സ്റ്റിൽ ഹാവിങ് ബെറ്റർ സ്ക്വാഡ് ദാൻ ആർസണൽ. ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഐ വുഡ് സേ മേ ബി 55-45, നോട്ട് ദാറ്റ് ഡിഫറൻസ്. ഒരു 10% ഡിഫറൻസ് ഞാൻ സത്യം പറഞ്ഞാൽ കാണുന്നുള്ളൂ. മൊത്തത്തിൽ ഓവറോൾ പിക്ചറിലാണ് ഞാൻ പറയുന്നത്. സ്റ്റേബിൾ അല്ല ഇപ്പം, അങ്ങനെ ആർസണൽ ഹെവി ആയിട്ട് പെർഫോം ചെയ്യുന്നില്ല. അത് സ്ക്വാഡ് ബാലൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് എന്താണ് എക്സ്പെക്ടേഷൻ നോക്കുന്നത്? ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഫ് യു ഫീൽ നോട്ട് ദാറ്റ് കറക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല, ലൈക്ക് ഓൺ പേപ്പർ ഐ തിങ്ക് സ്ക്വാഡ് ബ്രോ പറഞ്ഞ പോലെ ശരി തന്നെയാണ്. പക്ഷെ കറന്റ് ഈ സീസണത്തെ ഓവറോൾ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സിറ്റീസ് മിഡ്ഫീൽഡ് it is quite average compared to Arsenal. ആഴ്സണലിന്റെ ഇപ്പോൾ ലൈക്ക് ഞാൻ പറയുകയാണ്, ഇപ്പോൾ കംപ്ലീറ്റ്ലി ലൈറ്റ് ഇയേഴ്സ് അഹെഡ് ആണ്, അതല്ലെങ്കിൽ വി കാൻ കമ്പീറ്റ് എന്നുള്ള രീതിയിലല്ല. വി ഷുഡ് കമ്പീറ്റ്, ലൈക്ക് അതിനനുസരിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ഉണ്ട് സിറ്റിയിൽ. ബട്ട് ദ തിങ് ഇസ് ലൈക്ക് കറന്റ് ഫോം ഒക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞു ലെഗ്സ് ഇല്ല, മിഡ്ഫീൽഡിൽ ലെഗ്സ് ഇല്ല. സോ ഫോർ എക്സാമ്പിൾ if we have to catch ട്രാൻസിഷൻസിൽ ഇപ്പോൾ ആഴ്സണൽ കളിക്കുകയാണ്, ഇപ്പോൾ വി ഹാവ് ടു ക്യാച്ച് സം ഓഫ് യു പ്ലെയർ, ഇപ്പോൾ ട്രോസാർഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഏത് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും വി വോണ്ട് ടു ക്യാച്ച് ദീസ് പ്ലെയേഴ്സ്. ഈ പറഞ്ഞ ഗുണ്ടോഗാൻ അതുപോലെ കോവച്ചിച്ച് ആണെന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും പിന്നാലെ ഓടി പിടിക്കാൻ പറ്റില്ല. ലൈക്ക് ദേ കാൺ ഡു ദാറ്റ് എനിമോർ. കോവച്ചിച്ചിന്റെ കാര്യത്തിൽ ആൾ ഭയങ്കര സ്റ്റോക്കി ആവുന്നത് കൊണ്ട് ഓൺ ദ ബോൾ ഈസ് ഫൈൻ, പക്ഷെ ആൾക്കാർ ഓൺ ദ ടേണിൽ ആ പേസ് കിട്ടില്ല, പിടിച്ച് പിന്നിലോട്ട് പോയി ഓടിപ്പോയി പിടിക്കാൻ പറ്റില്ല. സോ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ ഇഞ്ചുറീസ് ആർ സ്റ്റിൽ ദർ. റൂബൻ ഡിയാസിന് അതിന് ഷുവർ അല്ല തോന്നുന്നു, റൂബൻ ഡിയാസ് സ്റ്റിൽ നോട്ട് ഫിറ്റ് എന്നാണ് എനിക്ക് റീസെന്റ് കിട്ടിയ ഇൻഫർമേഷൻ. ആള് ആഴ്സണൽ ഗെയിമിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഓൾസോ നെയ്തൻ ആക്കെ സ്റ്റിൽ നോട്ട് ഫിറ്റ്. ഒബ്വിയസ്ലി റോഡ്രി ഈസ് ഗോൺ ടു. സോ അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് അവിടെയും ഇവിടെ ഉണ്ട്. പിന്നെ ഇന്നലെയൊക്കെ ന്യൂനസിന്റെ പെർഫോമൻസ് കണ്ടു. ന്യൂനസ് ഇസ് ഓക്കെ, ഹീസ് ഡൂയിങ് വെൽ. ആസ് ലൈക്ക് ഒഫൻസീവ് പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഈസ് ഡൂയിങ് ഓക്കെ. ബട്ട് ഡിഫെൻസീവ് ഫേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് റിയലി ബാഡ്. ഇപ്പൊ ഇന്നലത്തെയൊക്കെ പുള്ളി ലൈക്ക് ആള് ഭയങ്കര ലഞ്ചിങ് ചാലഞ്ചസ് അല്ല, ലൈക്ക് പുള്ളി ഭയങ്കര റാഷ് ഡിസിഷൻസ് ആണ്. എപ്പോ എങ്ങനെ ചെയ്യണം എന്ന് പുള്ളിക്ക് അറിയില്ല. ബിക്കോസ് ലെറ്റ്സ് ഫേസ് ഇറ്റ്, ഹീസ് നോട്ട് എ ഡിഫൻഡർ. ദാറ്റ് ഈസ് ഫൈൻ. സോ അതിൻ്റെതായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് ദെൻ അഗൈൻ ഇപ്പൊ കറന്റ് ഫോം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതർ ദാൻ ദാറ്റ് PSG 4-2 അത് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് എൻ ഓക്കെ ഫോം. ഇപ്പോൾ ചെൽസി ആയിട്ട് ജയിച്ചിട്ടുണ്ട്, അതിന് മുന്നേ ലൈക്ക് കപ്പിൾ ഓഫ് വിൻസ്, ഇപ്സ്വിച്ച്, ലെസ്റ്റർ, സാൽഫോർഡ്, അത് വേണമെങ്കിൽ കൗണ്ട് ചെയ്യാം. ബട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് അത്യാവശ്യം നല്ല ഫോം ഉണ്ട്. പിന്നെ ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഐ തിങ്ക് കമ്പയർഡ് ടു ആഴ്സണൽ, സിറ്റീസ് അറ്റാക്ക് ഇസ് ബെറ്റർ. സോ അതിൻ്റെതായ പിന്നെ എസ്പെഷ്യലി വിത്ത് ദിസ് ന്യൂ സൈനിങ് മാമൂഷ് ഒക്കെ ഉണ്ടാവും, അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് അവിടെയാണ് ഇപ്പം ഗണേഷ് ബ്രോ, ഞാൻ അവിടെ ഒരു പോയിന്റ് ഇപ്പം പുള്ളി പറഞ്ഞില്ലേ, അറ്റാക്ക് ഇസ് ബെറ്റർ ദാൻ ആർസണൽ. അത് നോക്കുമ്പോൾ അത് ക്ലിയർലി എവിഡന്റ് ആണ് നമ്മുടെ ഇപ്പൊ അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ അതേ സമയത്ത് നോക്കുമ്പോൾ ഡിഫൻസ് ഇസ് ബെറ്റർ ഫോർ ആർസണൽ ദാൻ സിറ്റി. രണ്ട് ഡിഫറെന്റ് ഫേസസിലാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം ആർസണൽ ഹാസ് ബീൻ ലീക്കിംഗ്
ഗോൾസ്. എന്ന് പറഞ്ഞാൽ ലീക്കിംഗ് ഗോൾസ് ഇൻ ദ സെൻസ് ഒരു ഗെയിമിൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ടീമിന് ചിലപ്പോൾ ഒരു ചാൻസ് ആയിരിക്കും കിട്ടുന്നത്, ക്ലിയർ കട്ട് ചാൻസ്. അത് ഫിനിഷ് ചെയ്യും ആസ്നലിനെതിരെ അവര് ആ ഒരു കൗണ്ടർ ഫിനിഷ് ചെയ്യും. അതുപോലെ കൗണ്ടർ ഹാലൻഡിനും ലെറ്റ്സ് സേ ഇപ്പൊ ഈ ഫോർഡൻ അങ്ങനെയൊക്കെ പ്ലേയേഴ്സിന് കിട്ടിക്കഴിഞ്ഞാൽ യു നോ വാട്ട് വിൽ ഹാപ്പൻ ആ ഒരു സിറ്റുവേഷനിൽ. അങ്ങനത്തെ സിറ്റുവേഷൻ അതിനെ കൗണ്ടർ ചെയ്ത് ഇപ്പൊ മിഡ്ഫീൽഡ് ആണല്ലോ നോക്കിക്കഴിഞ്ഞാൽ ഒഡേഗാർഡിന്റെ ഫോം ഇത്തിരി ഓക്കെ കൈൻഡ് ഓഫ് ആണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഫോം അല്ല. മിഡ്ഫീൽഡ് സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പയർ ടു സിറ്റി ഇപ്രാവശ്യം വേണം നമുക്ക് പറയാം വി ഹാവ് എ ബെറ്റർ മിഡ്ഫീൽഡ് ഇറങ്ങാൻ പോകുന്ന പിച്ചിൽ. ഇപ്പം തോമസ് പാർട്ടേ ഇന്നലെ റെസ്റ്റ് കൊടുത്തതൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പം വാട്ട് ഷുഡ് ആസ്നൽ ഡു നാളത്തെ കളിയിൽ എന്താണ് ആസ്നൽ ചെയ്താൽ ദേ ക്യാൻ വിൻ ദിസ് ഗെയിം, ഓർ എന്താണ് സിറ്റിയുടെ ആ ഒരു ത്രെറ്റിനെ ഒഴിവാക്കണമെങ്കിൽ മീൻസ് ആ വിൻ കിട്ടാൻ എന്താണ് ആർസനൽ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇവിടെ? I think it's going to be a very tough game. To be honest, എനിക്ക് തോന്നുന്നത് it's not going to be വളരെ simple. I don't think it's going to be a simple game whatsoever. Because they're going to be, as I said, City is going to be prepared. കാരണം I know that I think Doku is still out, but Savinho is not going to be like, I don't think he's going to be rested against us. And ആ ഒരു അത്രയും ലൈക്ക് ഹീ സച്ച് എൻ എഫിഷ്യന്റ് ക്യാരിയിങ് ത്രെറ്റ്. ഇത് പുള്ളിക്കാരനാണെങ്കിൽ ആ കെയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇസ് മോർ ദൻ ഡേഞ്ചറസ്. ആൻഡ് ഐ ഫീൽ ലൈക്ക് വി മൈറ്റ് സ്റ്റാർട്ട് കാലഫിയോറി എന്നാണ്. സോ പുള്ളിക്കാരന്റെ ഇഫ് ഹീ ഗെറ്റ്സ് ബീറ്റ് ഇറ്റ്സ് ഗോണ ബി എ ഡിഫിക്കൽട്ട് ഗെയിം. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദെൻ അഗൈൻ ഐ ഫീൽ ലൈക്ക് കാലഫിയോറിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കൈൻഡ് ഓഫ് ഇമ്പറേറ്റീവ് ആണ്. കാരണം അത് ഒഴിവാക്കുന്ന അത്രയും ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരന്റെ ക്യാരിയിങ് എബിലിറ്റി ആൻഡ് എബിലിറ്റി ടു ക്രിയേറ്റ് കെയോസ്. കാരണം കഴിഞ്ഞ ദിവസത്തെ കളി ലൈക്ക് അഗൈൻസ്റ്റ് ജെറോണ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ ദ എബിലിറ്റി ദാറ്റ് ഹി ഹാസ് ടു ക്യാരി ദി അറ്റാക്ക് ഫ്രം ദ ലെഫ്റ്റ് ഐ തിങ്ക് ഇസ് ഗുഡ്. കാരണം നേരത്തെ പോലെ നമുക്ക് എന്തായാലും സാക്ക എന്ന് പറയുന്ന ഒരു മെയിൻ ഔട്ട്ലെറ്റ് ഇല്ല. സോ നമുക്ക് ഇപ്പോൾ വി ക്യാൻ ട്രൈ ഔട്ട് അതർ വേസ് ടു അറ്റാക്ക്. സോ ദിസ് ഇസ് ദ ടൈം. സോ യുനോ either കാലഫിയോറി ഓർ മൈൽസ് ലൂയിസ് കെല്ലി എങ്ങനെയാണെങ്കിലും നമ്മളെ ലെഫ്റ്റിൽ കൂടെ കുറെ കൂടെ ഫോക്കസ് ചെയ്തിപ്പം അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗോണ ബി ലൈക്ക് നോട്ട് ദ യൂഷ്വൽ ഗെയിം ഫോർ സിറ്റി ആസ് വെൽ ഡിഫെൻഡ് ചെയ്യുന്ന നോക്കുന്നതാണെങ്കിലും. ബട്ട് ദെൻ അഗൈൻ നമ്മളും നമ്മുടെ മിഡ്ഫീൽഡ് വെച്ച് ഗെയിം വിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വിൽ വിൻ ഇറ്റ്. ബിക്കോസ് ദാറ്റ്സ് വെയർ ദ ഹോൾ ബാറ്റിൽ വിൽ ബി വൺ. ഗെറ്റിംഗ് ഇൻ ബിഹൈൻഡ് സിറ്റീസ് മിഡ്ഫീൽഡ് വിൽ ബി like good for us, but that's going to be a hard battle because City നോക്കുകയാണെങ്കിലും kind of can employ a very similar system. Like നമ്മളാണെങ്കിൽ ആ 3-box-3 ആണെങ്കിൽ അവർ 4-2-4 ആണ് പലപ്പോഴും എംപ്ലോയ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഈക്വലി ഹാർഡ്. രണ്ട് വഴിക്ക് നോക്കുകയാണെങ്കിലും like it's blocked for both teams. So yeah, it's going to be a hard match I think. പക്ഷേ I feel like there are a lot of like game changers in both teams. I feel like Savinho is going to be one of the most impactful players tomorrow. And similarly, like I'm not sure whether Nwaneri will start, but I'm curious to see what he's capable of now. അതെ, മെയിൻലി ഇപ്പം ഞാൻ കണ്ട കഴിഞ്ഞ ദിവസത്തെ ഒരു കളി വന്നപ്പോ തന്നെ ആ മർമൂഷിന്റെ ഒരു ചെറിയ ഇമ്പാക്ട് വാട്ട് ഹി ക്യാൻ ഗിവ്, ആ പേസ് ഉണ്ടല്ലോ അത് ശ്രദ്ധിച്ചപ്പോഴത്തേനും വാട്ട് ഡു യു എക്സ്പെക്ട്? മർമൂഷ് വരുന്ന പേസ് കാരണം ഇറ്റ് ഈസ് മേക്കിംഗ് ലൈഫ് ഈസിയർ ഫോർ ഹാലൻഡ് എന്ന് എനിക്ക് തോന്നി. ആ ഒരു 45 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഹാലൻഡിന് കൂടുതൽ ഇറങ്ങണ്ട, ഹീ ക്യാൻ എക്സ്പെക്ട് ലോങ് ക്രോസ് അല്ലെങ്കിൽ ഒരു കട്ട് ബാക്ക് കിട്ടും, ഒരു ഫിനിഷ് ചെയ്യാനുള്ള ഒരു ബോൾ കിട്ടും എന്നുള്ളൊരു എക്സ്ട്രാ പ്രതീക്ഷയല്ലേ മർമൂഷിന്റെ ആ പേസും ആ റണ്ണും തരുന്നത്? ഈസ് ഇറ്റ് വാട്ട് യു ഫീൽ? Exactly. Very very exciting, right? Yeah. എന്നോട് മാമൂഷിന്റെ കാര്യത്തിൽ ലൈക്ക് ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് സംഭവം. ഈവൻ ഫോർ ദ പ്ലേയേഴ്സ്, ഫോർ ദ ഫാൻസ് ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ സിറ്റിയിൽ വന്നിട്ട് കുറച്ചായി. ലൈക്ക് ആ ഒരു ഏജ് മിഡ്ഫീൽഡൊക്കെ കണ്ടിട്ട് ഈ സീസണിൽ 6-7 months കണ്ടതിന് ശേഷം ഈ മാമൂഷിനെ പോലെ പ്ലെയർ ഈവൻ ലൈക്ക് ഈ ഔട്ട് സൈഡ് ആയിരുന്നു ചെൽസിയുടെ അഗെയിൻസ്റ്റ് എന്നുണ്ടെങ്കിലും, ബട്ട് ആ ഒരു എനർജി കണ്ടിട്ട് കുറച്ചായി. സോ ദാറ്റ് ഈസ് റിയലി റിയലി റിഫ്രഷിങ്. സോ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഹാലൻഡിന് കുറച്ച് ബോൾസ് കിട്ടും, ഹാലൻഡിന് കുറച്ച് ചാൻസുകൾ കിട്ടും. അതേപോലെ തന്നെ ലൈക്ക് ഇപ്പൊ ലാസ്റ്റ് സീസൺ വെൻ KDB കുഡ് റൺ, ആ ടൈമിലൊക്കെ സെക്കൻഡ് സ്ട്രൈക്കർ റോൾ KDB കളിച്ചത് ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ മാമൂഷിനെ കളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാലൻഡിന്റെ ഇപ്പൊ ഫിസിക്കാലിറ്റി യൂസ് ചെയ്തിട്ട് ഫോർഡൻ എന്നാൽ ചെൽസി ആയിട്ട് അടിച്ച ഗോൾ പോലെ തന്നെ അങ്ങനെ കുറെ ചാൻസുകൾ മാമൂഷിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹി ക്യാൻ റൺ മോർ ദാൻ ഡി ബ്രോയിൻ. സോ അങ്ങനത്തെ കുറെ അഡ്വാൻറ്റേജുകൾ ഉണ്ട് മാമൂഷിന്. സോ
ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. പുള്ളിയാണ് ഞാൻ നോക്കുന്നത്, അതാണ് ഹി ക്യാൻ ഡു സംതിങ് അഗെയിൻസ്റ്റ് ആഴ്സണൽ. ആൾ ഈ സീസണിൽ ആ ഒരു റെഡ് ഹോട്ട് ഫോമിലാണല്ലോ. സോ അതന്നെ അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റിയിലേക്ക് വന്നപ്പോൾ സോഫാ കണ്ടതിൽ വെച്ചിട്ട്. ആൻഡ് ആളുടെ ഒരു മെന്റാലിറ്റി ഒക്കെ കാണുമ്പോൾ ലൈക്ക് ആളുടെ ദ വേ ഹി പ്രസൻസ് ഹിംസെൽഫ് അതൊക്കെ കാണുമ്പോൾ ലൈക്ക് ഹി ഈസ് അപ്പ് ഫോർ ദ ചാലഞ്ച്. ആൾ ഇങ്ങനത്തെ ഈ ബിഗ് ഗെയിംസിലൊക്കെ ഷൈൻ ചെയ്യാൻ ലൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മേക്സ് ഹിം ഫീൽ ഗുഡ് ഇൻ ദീസ് സെനാരിയോസ് എന്ന് നമുക്കൊരു ഫീലിംഗ് കിട്ടും. അങ്ങനെ ഒരു പ്ലെയർ ആണ്. ഹോപ്പ്ഫുള്ളി ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. അതെ. അപ്പൊ ഇവിടെ ഇപ്പം നമ്മള് ഡിഫൻസിന്റെ കാര്യം നമ്മൾ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ബെറ്റർ ദാൻ സിറ്റി എന്ന് പറയുമ്പോൾ മിഡ്ഫീൽഡ് ഇപ്പൊ കമ്പാരിറ്റീവ് നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞാലും നമ്മുടെ അറ്റാക്ക് അത്രയും ഇത്തിരി ലോയിലാണ് പോകുന്നത്. സോ ആ സമയത്ത് ഇറ്റ് ഈസ് ഹൈ ടൈം നൗ ദാറ്റ് ഹാവേർട്സ് സ്റ്റാർട്ട് സ്കോറിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡസ് നോട്ട് മീൻ ഹാവേർട്സ് പോരാ, ഒട്ടും പോരാ എന്നല്ല. ഇസ് വർക്ക് റേറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇറ്റ്സ് ഹൈ ടൈം വെൻ യു ആർ പ്ലേയിങ് ആസ് എ സ്ട്രൈക്കർ. ഇറ്റ്സ് ഹൈ ടൈം one in 3 chances at least, അല്ലെ 1 in 2 chances at least you should സ്കോർ എ ഗോൾ എന്ന് എനിക്കിപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇറ്റ്സ് ഹൈ ടൈം തോന്നുന്നുണ്ട്. ഗണേഷ് ബ്രോ, എന്താണ് ഹാവേർട്സ്, എന്താണ് അവിടെ നടക്കുന്നത്? ഈസ് ഇറ്റ് ജസ്റ്റ് ഇസ് ബാഡ് ഫോം ഓർ ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണോ? എന്താണ് ബ്രോയിന് എന്താണ് തോന്നുന്നത് അതിനെപ്പറ്റി? So എനിക്ക് the way I see it, it's a bit complicated. So എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ലൈക്ക് ഹാവേർട്സ് ഇസ് ഓൾവേസ് ഗോണ ബി അണ്ടർ പെർഫോമിങ് ഇസ് എക്സ്ട്രീ. പുള്ളിക്കാരൻ കരിയറിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ പോലും, ടു ബി ഓണസ്റ്റ്, നോ ഫുട്ബോളേഴ്സ് ഡു, ബട്ട് ഹാവേർട്സ് എസ്പെഷ്യലി വാസ് നെവർ എ ഗുഡ് ലൈക്ക് XG പെർഫോമർ. But എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ I don't think we were really prepared for the Saka injury whatsoever. We weren't expecting Saka to be out. There is attacking either like threat ഉണ്ടാക്കാറുണ്ട്, but we often get figured out very quickly because I remember when Odegaard went out, ആദ്യത്തെ കുറച്ച് കളികൾ ആക്ച്വലി നമ്മൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. But then that dropped off really quickly. There's no one to like carry the attack either. So I don't think Havertz was ever gonna be the man. Even though last season, while he was on a flaming hot streak, പുള്ളിക്കാരനെ കൊണ്ട് ഒറ്റയ്ക്ക് ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, ഗോൾസ് പുള്ളിക്കാരൻ അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തരുമെന്ന് ചോദിച്ചാൽ ചോദ്യമാണ്. അത്രയ്ക്കും ചാൻസസ് പുള്ളിക്കാരൻ മേക്ക് ലൈക്ക് ദ ഫാക്ട് ദാറ്റ് ഹി ഹാസ് some of the highest big chances missed numbers is indicative of the fact that he is at the receiving end of these chances. പുള്ളിക്കാരൻ മൂവ്മെന്റ് വെച്ച് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബട്ട് അത് ഫിനിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് it's a concern. But I don't know, maybe it should work out. But regardless, we are still finding goals in the team, so that's at least a bit of ease. And God forbid, touch wood, we have no more injuries. I don't think we can take any more, especially in attack. അതെ. അപ്പം അഭിഷേക് ബ്രോ, നമുക്ക് പതുക്കെ ഇത് ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ രണ്ടുപേർക്കും ഉണ്ട് ഇതിലിപ്പോ ചോദിക്കുന്നത്. ഇപ്പം ഈസ് ദിസ് ഡു ഓർ ഡൈ ഗെയിം ഫോർ സിറ്റി? ഞാൻ ചോദിക്കുന്ന ഇത് ആർസണലിന് ഞാൻ ചോദിക്കും, ഡു ഓർ ഡൈ ഗെയിം അല്ലെ മസ്റ്റ് വിൻ ഗെയിം ഫോർ ബോത്ത് ദ ടീംസ് എന്നുള്ള സിറ്റുവേഷൻ ചോദിക്കാൻ കാരണം, ഇഫ് സിറ്റി വിൻസ് ടുമോറോ, 3 points ഡിഫറൻസ് ആണ് ആർസണൽ സിറ്റി വരുന്നത്, യു ഗെറ്റ് മോർ സ്ട്രോങ് ഹോൾഡ് ഇൻ ടോപ്പ് 4 ഇപ്പോഴത്തെ അവസ്ഥയിൽ, അല്ലേ? അപ്പൊ അതേ സമയത്ത് നാളെ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെൽസി വിൻസ്, ആർസണൽ ഹാസ് സ്ട്രോങ് ഹോൾഡ് ഇൻ മോർ ഓവർ ടു ദ ടൈറ്റിൽ റേസ്. സ്ട്രോങ് ഹോൾഡ് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, ടൈറ്റിൽ റേസിൽ കുറച്ചും കൂടെ പുഷ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആവുന്നു. സിറ്റി ആയിട്ടൊരു ഡിഫറൻസ് വെക്കുന്നു. ടോപ്പ് 4 പിന്നെയും സിറ്റിക്ക് പിന്നെയും ടൈറ്റ് ആവുന്നു എന്നുള്ള സിറ്റുവേഷൻ പോകുന്നല്ല, ഒരു ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഇത് മേ ബി യു ക്യാൻ ഫിനിഷ് എബവ് ആർസണൽ ഇഫ് യു വിൻ ടുമോറോ എന്നൊരു സിനാരിയോ. അങ്ങനെ എന്തെങ്കിലും മീൻസ് അങ്ങനെ ഒരു സിനാരിയോ ഇല്ലേ കണ്ടു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി? ഉണ്ട്, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഞങ്ങൾക്ക് വരുന്ന ഈ റൺ ഓഫ് ഗെയിംസ് പറഞ്ഞാൽ ആഴ്സണൽ വരുന്നുണ്ട്. ആഴ്സണൽ ഗെയിം കഴിഞ്ഞ് പിന്നെ ഒബ്വിയസ്ലി ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ്സ് വരും, റയൽ മാഡ്രിഡ് ഓർ ബയൺ. അത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ന്യൂ കാസൽ അറ്റ് ഹോം, ദെൻ ഇറ്റ്സ് ലിവർപൂൾ. ആഫ്റ്റർ ദാറ്റ് ദർ ഇസ് ഈ പ്ലേ ഓഫിന്റെ സെക്കൻഡ് ലെഗ് ഉണ്ടാവും, ദെൻ ഇറ്റ്സ് സ്പേഴ്സ് അവേ. സോ അതൊരു ഭയങ്കര ടൈറ്റ് റൺ ഓഫ് ഫിക്ചേഴ്സ് ആണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എത്ര കാലത്ത്, കുറച്ച് കാലമായി ഇങ്ങനെ ടൈറ്റ് റൺ ഓഫ് ഗെയിംസ് കണ്ടിട്ടായിരുന്നു. ലോക്ക്ഡൌൺ സീസണിലാണ് ഇതിന് മുന്നേ എന്തോ കണ്ട ഓർമ്മയുള്ളത്. സോ അപ്പൊ ഈ ആഴ്സണൽ ഗെയിമിലൊക്കെ അത്യാവശ്യം ജയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ റിയലി ഗുഡ് ബൂസ്റ്റ് ഫോർ us.
ടൈറ്റിൽ റേസ് ഇസ് ഔട്ട് ഓഫ് ദ പിക്ചർ, വി ആർ നോട്ട് ഇൻ ദ ടൈറ്റിൽ റേസ്. എന്താ എങ്ങനെയെങ്കിലും സെക്കൻഡ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഈ സീസൺ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഫിനിഷ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. വി ക്യാൻ ഗെറ്റ് കാരണം ടോപ്പ് 4 കൺഫേം ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. സോ ദാറ്റ് ഇസ് ഇപ്പോൾ ആഴ്സണൽ ഗെയിം, ഇപ്പൊ ഞാൻ നോക്കുന്നത് ആഴ്സണൽ ഗെയിം ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ then we have കുറച്ചൊരു ബ്രീത്തിങ് റൂം ഉണ്ട് ലിവർപൂൾ ഈ പറഞ്ഞ ന്യൂ കാസൽ സ്പേഴ്സ് ഗെയിംസ് ഒക്കെ വരുമ്പോൾ. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആഴ്സണൽ ഗെയിം കഴിഞ്ഞാൽ ലിവർപൂൾ വി വിൽ മോസ്റ്റ് പ്രോബബ്ലി ലൂസ് ദാറ്റ് ഗെയിം. പിന്നെ ന്യൂ കാസൽ ആണുള്ളത്. ന്യൂ കാസൽ എന്തായാലും ഇത് മസ്റ്റ് വിൻ പോലെ കളിക്കും, അവരും അതേപോലെ തന്നെ കളിക്കും, ബിക്കോസ് ദേ നീഡ് ടോപ്പ് 4 ടു. സ്പേഴ്സിന്റെ കാര്യം എനിക്കറിയില്ല. സ്പേഴ്സ് റിഗാർഡ്ലെസ് ഇനിയിപ്പോൾ അവന്മാർ റെലിഗേറ്റ് ആയി പോയാലും ദേ വിൽ സംഹൗ ബീറ്റ് us. അത് സം സെനാറിയോ അതെനിക്കറിയില്ല. അവര് ഈ സീസൺ ഇങ്ങനെ അണ്ടർ പെർഫോം ചെയ്തിട്ടും ദേ ബീറ്റ് us 4-0 at the Etihad. എനിക്കറിയില്ല അതിനെ കുറിച്ച്. സോ അവര് സ്ഥിരം ലെസ്റ്റർ ഇപ്സ്വിച്ച് ഒക്കെ ആയിട്ടൊക്കെ തോക്കുള്ളൂ. ഇങ്ങനത്തെ വിയർഡ് ക്ലബാണ്. ഒട്ടും മനസ്സിലാവല്ലേ ഇവരുടെ കാര്യം. ലൈക് ബോൺ ടു ബീറ്റ് സിറ്റി, അതൊന്നുമില്ല. അപ്പോ അതാണ് ലൈക് ടുമോറോ ഇസ് മസ്റ്റ് വിൻ എന്ന് ഞാൻ പറയില്ല. ഐ തിങ്ക് ആഴ്സണലാണ് കുറച്ചും കൂടി ലൈക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത് ഗെയിമിന്. കാരണം ടൈറ്റിൽ റേസിൽ ഇപ്പോഴും നിൽക്കണം. നാളെ തോൽക്കുക, നാളെ സൺഡേ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ then you are like almost out of the title race എന്ന് പറയാം. കാരണം ലിവർപൂൾ പിന്നെ 13 വിൻസ് എന്തോ അല്ലേ അവർക്ക് വേണ്ടു ടൈറ്റിൽ എടുക്കാൻ വേണ്ടി. അപ്പൊ മീൻസ് അവർക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. ഇപ്പം ഗെയിം ഇൻ ഹാൻഡ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ 6 പോയിന്റ് ഡിഫറൻസിൽ നിൽക്കുന്നത്. ലെറ്റ്സ് സേ കൺസിഡറിങ് ദാറ്റ് ഗെയിം ഇൻ ഹാൻഡ് വിൻ 9 പോയിന്റ് ആയി. പക്ഷെ അവർക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർക്ക് റെഡ് ഹോട്ട് ഫോമിലുള്ള ബോൺമൗത്ത് ആണ് അവർ വീക്കെൻഡ് കളിക്കുന്നത്. പിന്നെ മേജർ സിറ്റുവേഷൻ വന്ന ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് അവർക്കൊരു റൺ ഓഫ് ഫിക്സ്ചേഴ്സ് ഭയങ്കര മീൻസ് എൻഡ് ഓഫ് സീസണും റൺ ഓഫ് ഫിക്സർ ഭയങ്കര ടൈറ്റാ. ഇപ്പം ഒരു ഗ്യാപ്പ് ആ ഡിസ്റ്റൻസ് കൂട്ടാണ്ട് ടൈറ്റ് ആക്കി പോയി കഴിഞ്ഞാൽ മേ ബി ബിക്കോസ് ഓഫ് ചാമ്പ്യൻസ് ലീഗ് പ്രഷർ അങ്ങനത്തെ എല്ലാ പ്രഷർ മേ ബി ഡ്രോപ്പ് ചെയ്താൽ എന്നൊരു പ്രതീക്ഷ ആഴ്സണൽ വെക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗണേഷ് ബ്രോ അപ്പം പുള്ളി പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് മസ്റ്റ് വിൻ, ബട്ട് ആഴ്സണലിന്റെ കേസ് വരുമ്പോൾ ഇറ്റ് ഇസ് എ മസ്റ്റ് വിൻ ആണ് എന്ന് പറയാൻ ഉറപ്പല്ലേ? തീർച്ചയായിട്ടും നോ ഡൗട്ട്. നമുക്ക് ഇനി ഇപ്പോഴും ടൈറ്റിൽ റേസിൽ പ്രതീക്ഷ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നതെങ്കിൽ നാളെ ജയിച്ചാലേ പറ്റത്തുള്ളൂ. ദർ ഇസ് നോ ഡൗട്ട്. ബിക്കോസ് ലിവർപൂൾ ശരിക്കും കുറെ കൂടെ ഇനി ടഫ് ഗെയിംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ ഇനി അങ്ങോട്ട്, ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൺ, ദേ ഹാവ് എ ലോട്ട് ഓഫ് ടഫ് ഗെയിംസ്. ഐ തിങ്ക് ഇൻക്ലൂഡിംഗ് സിറ്റി ആസ് വെൽ. ലൈക്ക് ലെറ്റ് മീ ജസ്റ്റ് സീ, they have like Tottenham in the EFL Cup. Everton game ആണ് the extra game that they missed. ന്യൂകാസിൽ വരുന്നുണ്ട് വീണ്ടും. എവർട്ടൺ ഇൻ twice Everton in the gap of like 2 months. So they have a lot of tough games coming up. എന്റെ പ്രതീക്ഷ is that I'm not sure whether what they are doing right now is sustainable, but if we are able to cause ഒരു ചെറിയ slip up for like, if we are able to keep up and they are able to have a small slip up, it will be something actually നമുക്ക് സെറ്റ് ഇൻ ടു മോഷൻ ചെയ്യാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒന്നും നടക്കത്തില്ല. ലൈക്ക് റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക് അവർക്ക് ആ ഒരു ട്രെയിൻ പോകുന്ന പോലത്തെ ഒരു അൺസ്റ്റോപ്പബിൾനെസ് ഉണ്ട്. സോ അത് ഐ തോട്ട് ഇറ്റ് വാസ് ഗോണ ബി ഒരു ഇഷ്യൂ, ബട്ട് നോട്ട് എനി മോർ ബൈ ദ ലുക്സ് ഓഫ് ഇറ്റ്. സോ ദിസ് സിറ്റി ഗെയിം means everything. So right now making sure that we're maximizing whatever weaknesses with squad that they're having right now. കാരണം നേരത്തെ ബ്രോ പറഞ്ഞ ഒരു ബാക്ക് ലൈനിലാണെങ്കിൽ ഒരു പ്രോപ്പർ ലീഡർ ഫിഗർ ഇല്ല. സോ കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ ഡിസിപ്ലിന്റെ ഉസ്താദായ സാക്ഷാൽ പെപ്പിന്റെ ടീമാണ്. സോ there is no doubt that they haven't had it drilled into them. അല്ല പെപ്പിനാവുമ്പം സിനാരിയോ എന്തായാലും അറിയാം. ആർസണലിന്റെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാം. മീൻസ് ലിറ്ററലി കളി കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ ടീമിനെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുമോ ഇല്ലയോ, അതോ സിറ്റിയുടെ സ്ട്രെങ്ത്തിൽ കളിക്കുമോ അല്ലയോ, എങ്ങനെയായിരിക്കും? മേ ബി മിഡ്ഫീൽഡിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ ചിലപ്പം KDB വേണം സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. പിന്നെ സെക്കൻഡ് ഹാഫിൽ മാറുമായിരിക്കും. അറിയില്ല എന്താണ് മിഡ്ഫീൽഡ് എന്ത് രീതിയിൽ വരും എന്ന് എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ല സിറ്റിയുടെ. എങ്ങനെ വരും എന്നുള്ളത് പെപ്പിന്റെ സെറ്റിംഗ് അപ്പ് ഇൻ ബിഗ് ഗെയിംസ് ഒരിക്കലും യു കാൺ കോൾ ഇറ്റ്. എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് എസ്പെഷ്യലി തോന്നുന്നത് നാളെ സെവീഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഹി ഹാസ് മാഡ് ഇമ്പാക്ട്. ഹി ഈസ് റിയലി ഗുഡ്, അമേസിംഗ്. ലൈക്ക് എന്ത് പെട്ടെന്നാണ് പുള്ളിക്കാരൻ്റെ ആ സ്കില്ല് ആക്ച്വലി പുള്ളിക്കാരൻ ട്രാൻസ്ലേറ്റിംഗ് ടു ദ പ്രീമിയർ ലീഗ്. ഇറ്റ്സ് അബ്സർഡ്. അതുപോലത്തെ ഒരു എഫിഷ്യന്റ് ക്യാരിയർ നമുക്കുണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാനും ആലോചിച്ചിട്ടുണ്ട്. ഹി ഈസ് സോ ഗുഡ്. സോ ഐ ഫീൽ ലൈക്ക്
tomorrow's going to be a really tough game. Like it's, I don't, if we don't take the game to them, they will to us. And നമ്മളും അവരും പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരിക്കും കളിക്കുന്നത്, ബട്ട് ദേ ആർ വേ മോർ ലൈക്ക് ഗൺസ് ബ്ലേസിങ്. നമ്മളാണെങ്കിൽ കുറെ ഡിഫൻസീവ് കളിക്കും. They will come at you with all guns blazing. So it's not, if we don't control at the right time, and if we continue, like Mikhail ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, like we can't let it be a basketball game. So if it's not a controlled game, it's going to be a lot of trouble because City will capitalize. അതിന് സംശയമില്ല. എസ്പെഷ്യലി ലോങ് ബോൾസ് കുറച്ച് എന്തായാലും സിറ്റി ട്രൈ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഈ രീതിയിൽ ഇപ്പം മിഡ്ഫീൽഡിൽ കൺട്രോൾ കിട്ടുന്നില്ല എന്ന് തോന്നി, അല്ലെങ്കിൽ ആർസെനൽ ഒന്ന് പ്രസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ലോങ് ബോൾസ് വരും ചിലപ്പം, മേ ബി, ആൻഡ് അറ്റാക്ക് ഫ്രം ഹാലൻഡ് ഓർ മർമൂഷ് ഓർ സവീന്യോ, അങ്ങനത്തെ രീതിയിൽ വന്ന് ഒരു കൗണ്ടർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മേ ബി എ സിറ്റ് ബാക്ക് രീതിയിൽ ബോൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ടാക്ടിക്സ് ഇടാം. സെയിം സിനാരിയോ ഇഫ് ആർസനലും ഇപ്പൊ ഒരു പെട്ടെന്ന് ലക്കിലി ഇഫ് വി സ്റ്റാർട്ട്സ് ഗെറ്റിംഗ് എ ഗോൾ, അത് തന്നെ ആർസനൽ ബോൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ നോക്കും ഫ്രം മിഡ്ഫീൽഡ്, ആ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് അൻ ഈവൺ സ്റ്റേജ്. ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അൻ ഈവൺ സ്റ്റേജ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഈവൺ സ്റ്റേജ് എന്ന് ഞാൻ പറയില്ല. കാരണം കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് രണ്ടുപേരെ റെഡ് ഹോട്ട് ഫോം സിറ്റുവേഷനിലാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ഈവൺ സ്റ്റേജ് എന്ന് പറയാം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട്, ഒരു മീഡിയോക്കർ ഈവൻ സ്റ്റേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. രണ്ട് ടീമിനും അവിടുത്തെ ഇവിടെ ഫ്ലോസ് ഉണ്ട്. അപ്പൊ അഭിഷേക് ബ്രോ, എന്താണ് പ്രഡിക്ഷൻ വീക്കെൻഡ് ഗെയിമിന്റെ? 3-2 സിറ്റി. 3-2 സിറ്റി. യുവർ ഹൈ സ്കോറിംഗ് ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യും, ഞങ്ങൾ കൺസിഡർ ചെയ്യാണ്ടിരിക്കില്ല. ഓക്കെ, അപ്പൊ ഗണേഷ് ബ്രോ, യുവർ പ്രഡിക്ഷൻ? 2-1 to the Arsenal, hopefully, fingers crossed. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഓക്കെ, ഞാൻ എന്റെ പ്രഡിക്ഷൻ എന്തായാലും, എന്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് മാക്സിമം മേ ബി എ 1-1 ഓർ 2-1 ടു ദി ആർസനൽ. 1-1 മോസ്റ്റ് ലൈക്ലി. ആ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ രണ്ടുപേരും തോക്കരുത് എന്നൊരു സിറ്റുവേഷനിലായിരിക്കും മോസ്റ്റ്ലി അപ്രോച്ച് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു, റാദർ ദാൻ ഗോയിങ് ഫോർ എ വിൻ. ഇനീഷ്യലി രണ്ടുപേരും ഒരു ഡ്രോ എങ്കിൽ ഡ്രോ, തോൽക്കരുത് എന്നൊരു അപ്രോച്ച് ആയതുകൊണ്ട് 1-1 മേ ബി മോസ്റ്റ് പ്രോബബ്ലി. എനിവേസ്, ഗണേഷ് ബ്രോ താങ്ക് യു നമുക്ക് ജോയിൻ ചെയ്തതിൽ. അഭിഷേക് ബ്രോ താങ്ക് യു. ലെറ്റ്സ് സീ ആഫ്റ്റർ ദ ഗെയിം, പോസ്റ്റ് മാച്ച് നമുക്ക് കാണാം. താങ്ക് യു ഗൈസ്. Great to join the discussion, guys. No problem. താങ്ക് യു ബ്രോ. ശരി.